നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഞാനെന്നുള്ളത് കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടുത്തെ തിരുമേനിയുടെ കൂടെയാണ്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ നക്ഷത്ര ഫലം പറയുന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഈ ഒരു നക്ഷത്ര ഫലം പറയുന്ന പ്രോഗ്രാം, അത് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും എത്തണത്. അപ്പോൾ അത് എത്തിക്കുന്ന ആളുകളോട് ആദ്യം തന്നെ വളരെയധികം നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് മറ്റുള്ള ആളുകളിലേക്ക്, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളിലേക്കൊക്കെ ഒരു വീഡിയോ എത്തുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആളുകളോടും ഇത് വാച്ച് ചെയ്യുന്ന ആളുകളോടൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ തുടർന്നും ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അപ്പോൾ ഈ മാസത്തെ നക്ഷത്ര ഫലം, നിങ്ങളുടെ നക്ഷത്രം ഫലം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഈ വീഡിയോയിൽ, എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുക. പിന്നെ ഒരു അപേക്ഷ എന്താ വെച്ചാൽ, വെറുതെ വിളിക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഈ മാസത്തെ നക്ഷത്രഫലം അറിയാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, നമസ്കാരം. ഈ വരുന്ന മകരമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് ജനുവരി 15-ാം തീയതി മുതൽ ഫെബ്രുവരി 12-ാം തീയതി ദിവസം കൂടി വരുന്ന ദിവസങ്ങളിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും, അതായത് 27 നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങൾ തന്നെയാണ് ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും ആദ്യമായി ഞാൻ നിങ്ങളോട് കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. നല്ലവരായ പ്രേക്ഷകരോട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവട്ടെ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും സുധീഷ് ചെമ്പകശ്ശേരിയും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇപ്പം തന്നെ ഒരു പരിധിവരെ ബോധ്യങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഞങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള അത്രയും കാലം ഞങ്ങൾ നിങ്ങളോട് എന്നും കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഈ വരുന്ന, അതായത് ജനുവരി മാസം 15-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 12-ാം തീയതി വരുന്ന ദിവസങ്ങളിലെ, അതായത് മകരമാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരുന്ന ദിവസങ്ങളിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ചരരാശി പ്രകാരം വരച്ചിന്ത എന്നതാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ ലഗ്നാധിപൻ, അതായത് ചൊവ്വ, മകരൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനും മകരൻ രാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലഗ്നരാശി എന്ന് പറയുന്നത്, അതായത് മേടരാശി, ഇവർക്ക് ശുദ്ധരാശിയായിട്ടാണ് കാണേണ്ടത്. രണ്ടും അതുപോലെ തന്നെ ശുദ്ധരാശിയാണ്. 3-ൽ വ്യാഴാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, 4-ൽ കേതുവാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പൂർണ്ണമായ ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയും, എന്നാൽ ചില കാര്യങ്ങളിൽ തർക്കങ്ങളോ തടസ്സങ്ങളോ വരുന്ന അവസരങ്ങളും, ചെയ്യുന്ന ജോലിയിൽ മികവുറ്റ ഒരവസ്ഥ കൈവരിക്കാൻ കഴിയാത്ത അവസരങ്ങളും, വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത ചില അവസരങ്ങളും ഉണ്ടാവാം. എന്നാൽ ലഗ്നാധിപനായി വരുന്നത് ചൊവ്വ കുംഭൻ രാശിയിലായതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ, അല്ല മകരൻ രാശിയിലായതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അതിൽ സൂര്യനോട് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈശ്വരാധീനം ഉള്ളതായിട്ടാണ് കാണേണ്ടത്. സൂര്യനും അതുപോലെ തന്നെ ചൊവ്വയും ഇത് രണ്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ശിവനും ഭഗവതി പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനമുണ്ട്. പിന്നെ 3-ലാണല്ലോ വ്യാഴം. അതുകൊണ്ട് തന്നെ ഇവർക്ക് സങ്കടങ്ങളോ തർക്കങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ പോകാൻ പറ്റും. എന്നാൽ ഭവനം സംബന്ധിച്ചോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിച്ചോ ഒരു ചില തർക്കങ്ങളോ തടസ്സങ്ങളോ സംഭവിക്കാം. അതുപോലെ തന്നെ 4-ൽ കേതുവാണ്. അതും ഒരു പരിധി വരെ സമാധാനം കുറയുന്ന അവസരങ്ങൾ വരാം. അപ്പോൾ ഈ തരത്തിൽ പറയുമ്പോൾ പൊതുവെ സമ്മിശ്ര ഫലമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ ഏവർക്കും പൊതുവെ സമാധാനം കുറയുന്ന ഒരവസരങ്ങൾ ഉണ്ടാവാം. എന്തില്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവരുടെ പ്രധാന കാര്യങ്ങളൊക്കെ ഒരു തർക്കങ്ങളും തടസ്സങ്ങളും വരാം. അതുപോലെ തന്നെ പൂർണ്ണമായ സമാധാനം കിട്ടാത്തൊരവസരങ്ങൾ വരാം. എന്നിരുന്നാലും ഇവരെ വിജയിക്കാവുന്ന ഒരവസരങ്ങൾ ഉണ്ടാവാം. അത്
അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും ഭഗവതിക്ക് തന്നെയാണ് വഴിപാട്. ഭഗവതിക്ക് ചെയ്യേണ്ട വഴിപാടിൽ പൂർണ്ണമായും ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അതായത് ചൊവ്വയ്ക്കാണത്. തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കുകയും ദേവന് ഒരു നിവേദ്യത്തോടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുമ്പോൾ ഈ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടൻ രാശിക്കാരെ കുറിച്ച് വരുന്ന മനസമാധാനം കുറവിനും തർക്കത്തിനും തടസ്സത്തിനും ഒരു പരിധിവരെ പരിഹാരങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് പ്രധാനമായി വരുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ തടസ്സത്തിന് അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് മുട്ടുകൾ തീർക്കുന്നതും ഏറ്റവും നല്ല ഒരു വഴിപാടായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മകരമാസം നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭ സന്തോഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ കാർത്തികയുടെ മുക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ ഒരു വിജയിക്കേണ്ട അവസരങ്ങളുണ്ട്. അത് തൊഴിലിൻ്റെ തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവാം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ചരരാശിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് എല്ലാ കാര്യങ്ങളും ചില മാറ്റങ്ങൾ ഉണ്ടാവും. അവരുടെ ജന്മദശാകാലങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പൂർണ്ണമായി ചിന്തിക്കേണ്ടത്. എന്നിരുന്നാലും ചരരാശി പ്രകാരം ഇവർക്ക് ചില അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പൊതുവെ കുറച്ച് സമാധാനങ്ങൾ കിട്ടുന്ന അവസരങ്ങളും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രധാനപ്പെട്ട വ്യക്തികളുമായി ഒത്തുചേർന്നുകൊണ്ട് പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ജോലിസ്ഥലം കണ്ടെത്തുകയോ ചെയ്യാവുന്നതിനും ചില സമാധാനം കിട്ടുന്ന സ്ഥിതിയിലായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് ഇവരുടെ ലഗ്നാധിപൻ അതായത് ഇടവൻ രാശിയുടെ അധിപൻ അത് ശുക്രനാണ്. ഈ ശുക്രന്റെ സാന്നിധ്യത്തിന് ഏറ്റവും പ്രധാനമായി കൊണ്ട് ചെയ്യേണ്ടതും ഹനുമാൻ സ്വാമിക്കാണ് വഴിപാട് കർമ്മങ്ങൾ. ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാട് കർമ്മങ്ങളിൽ മോഹക്കാപ്പ് അതായത് സമാധാനം കിട്ടാനുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ കുഴച്ചാവിൽ നിവേദ്യമായിക്കൊണ്ട് നെയ്വിളക്കം സമർപ്പിക്കുകയാണെങ്കിൽ ഈ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, ഒരിക്കൽ കൂടി പറയാം, കാർത്തിക മുക്കാഭാഗം രോഹിണി മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് ആശങ്കപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മകരമാസത്തിലെ വരച്ചിന്തയിൽ കാണേണ്ടത്. എങ്കിലും ചെറിയ തർക്കങ്ങളോ തടസ്സങ്ങളോ വരികയാണെങ്കിൽ അത് ഈശ്വരാധീനം കൊണ്ട് ഒത്തുപോകാനായിക്കൊണ്ടും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് സമാധാനം കിട്ടാനായിക്കൊണ്ട് ദേഹപുഷ്പാഞ്ജലി കൂടി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പൂർണ്ണമായ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കുറിച്ച് കാണുകയാണെങ്കിൽ ഇവർക്ക് ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴം. അപ്പോൾ ഈ മിഥുന രാശിയിൽ തന്നെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ചെറിയ തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ തൊഴിൽ സ്തംഭനങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ജോലിയാണെങ്കിൽ തടസ്സപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നിറവേറണം എന്നില്ല. എന്നിരുന്നാലും ഇവർക്ക് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സാധിക്കും. വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സാധിക്കും എന്ന് പറയുന്നത് ഇവിടെ 4-ാം ഭാവം അത് കന്നിരാശിയാണ്. അതിൻ്റെ ബുധൻ നിൽക്കുന്നത് ഇപ്പോൾ ധനുരാശിയിലാണ്. അതുപോലെ തന്നെ ഇവിടെ 2-ാം ഭാവം ചന്ദ്രരാശിയാണ്. അത് ഈ മകരമാസത്തെ വരച്ചിന്തയിൽ കാണുമ്പോൾ ഇവർക്ക് ഒരു പരിധി വരെ 10-ൽ ശനിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ശനി 10-ലെ ശനി എന്ന് പറയുന്നത് മീനരാശിയിലാണല്ലോ. അപ്പോൾ അത് പൊതുവെ ഇവർക്ക് കർമ്മത്തിൽ തടസ്സങ്ങളോ ബന്ധനങ്ങളോ വരാമെന്നാണ് പറയും ഈ ശനിയെ കൊണ്ട് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ ഒരു മനസമാധാനം കിട്ടാത്ത അവസ്ഥയും പൂർണ്ണമായ സന്തോഷം കിട്ടാത്ത അവസരയും ദുരിതങ്ങളൊക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് പറയും. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് ശനി ദോഷ പരിഹാര പൂജ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. അല്ലെങ്കിലോ ശാസ്താവിൻ്റെ നീരാഞ്ജനം അതുപോലെ തന്നെ നെയ്വിളക്ക് അതുപോലെ തന്നെ ശാസ്താവിന് മാല വഴിപാട് കഴിക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഈ ശനിയുടെ ദോഷത്തു നിന്ന് ഒരു പരിഹാരങ്ങളാണ്. അല്ലെങ്കിലോ ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനത്തിലെ കഴിയും വഴിപാട് കഴിക്കുന്നതും ഒരു പരിധിവരെ സമാധാനം കിട്ടുന്ന ഒരവസരമായിട്ടാണ് കാണുന്നത്. ഇതിലെ തിരുവാതിര എന്ന നക്ഷത്രം തീർത്തും ദേവീദേവ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഇത് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രധാനമായിക്കൊണ്ട് കഴിയും വഴിപാട് കഴിക്കുന്നതും ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും ഒക്കെ ഒരു പരിധിവരെ നല്ലതായിട്ടാണ് കാണേണ്ടത്. എന്നാൽ അതിൽ തന്നെ മറ്റ് 2 നക്ഷത്രങ്ങൾ കൂടി ഉണ്ടല്ലോ, പുണർത്തത്തിൻ്റെ മുക്കാഭാഗം മകീരത്തിൻ്റെ അരഭാഗം. ഈ നക്ഷത്രക്കാർക്കും ചേർന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും മകരമാസത്തിലെ
ഒരു സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവരുടെ 7-ൽ വരുന്ന ബുധൻ ചെറിയ ചില തർക്കങ്ങളോ തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ട് ചില സങ്കടങ്ങൾ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ കോടതി കേസ് വ്യവഹാരം, ഇതൊക്കെ ഇവർക്ക് ചില മനസമാധാനം കുറയുന്ന അവസരങ്ങൾ വരും. അത് ഒരു പരിധി വരെ സമാധാനം കിട്ടാനായിക്കൊണ്ട് തന്നെ ബുധൻ എന്ന ഗ്രഹത്തിനായിട്ട് ഒരു ക്ഷേത്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പാനകം വഴിപാട് കഴിക്കുന്നതും ശത്രുദോഷത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വഴിപാടായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ ഈ വഴിപാട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകരമാസത്തെ അതിജീവിക്കാം. അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം, അങ്ങനെയാണ് 2 ഭാഗം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് ഇവർക്ക് 2-ൽ തന്നെയാണ് കേതു. അതുപോലെ തന്നെ 3, 4, 5 ഇവർക്ക് പൂർണ്ണമായും സമാധാനം കിട്ടാത്തൊരവസരം തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഈ കുടുംബ സമാധാനം കുറയുന്നതും പരസ്പര വഴക്കുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ, ദോഷങ്ങൾ വരുന്ന അവസരങ്ങളും, വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസരങ്ങളും, തത്സമയം വാടക വീടോ അല്ലെങ്കിൽ തത്സമയം ഒരു വീട് മാറ്റേണ്ട അവസരങ്ങളോ ഒക്കെ ഉണ്ടാവാവുന്ന സ്ഥിതിയിലാണ് ഈ കർക്കിടക രാശിക്കാരെ കുറിച്ച് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായ ആശങ്കപ്പെടുന്ന ഒരു അവസരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആയില്യം നക്ഷത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന ദുരിത ദോഷങ്ങൾ തീർക്കാനായിക്കൊണ്ട് സർപ്പക്ഷേത്ര ദർശനവും, സർപ്പത്തിന് ആയില്യം നക്ഷത്രക്കാർക്കല്ല, ഇത് 3 വിഭാഗത്തിന് ചെയ്യാം. അതായത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം, ഈ 2 ഭാഗം നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴിപാടാണ് സർപ്പപൂജ നടത്തുക. അത് ഒരു പരിധി വരെ പരിഹാരമാണ്. അതുപോലെ തന്നെ 2-ൽ കേതു ഉണ്ടല്ലോ, അതും ഇവർക്ക് ഈ പൂജ കൊണ്ട് തന്നെ ഒരു പരിധിവരെ പരിഹാരങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മനസമാധാനത്തിനും സന്തോഷത്തിനുമായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രധാന വഴിപാട് എന്ന് പറയുന്നത്, ഇവർക്ക് 12-ലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും ധനബന്ധനത്തിൽ കാണുന്നത് കൊണ്ട് കുചേലാവിൽ നിവേദ്യ സമർപ്പണം, അങ്ങനെ ഒന്നൊരു ഐതിഹ്യമുണ്ടല്ലോ നമ്മളിൽ. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യങ്ങളെ അതിജീവിക്കാനായിട്ട് കുചേലൻ അവിൽ സമർപ്പിച്ച പോലെ വിഷ്ണു ക്ഷേത്രത്തിലെ 30 വ്യാഴാഴ്ച ദിവസം അവിൽ സമർപ്പണം നടത്തുന്നതും ഒരു ഏറ്റവും നല്ല ഒരു വഴിപാടായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധി വരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലെ ഇളനീർ ധാര കൂടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല സമാധാനത്തിലും ഐശ്വര്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാം. അടുത്തതായിട്ട് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മകൻ രാശിക്കാർക്ക് ലഗ്നകേതു ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ചില കുറവുകൾ വരും. എപ്പോഴും എന്തെങ്കിലും കുറിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ദേഷ്യം വരുന്ന ഒരു പ്രവണതയും, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മനസമാധാനം കുറയുന്ന അവസരങ്ങളും, എന്തിന് എന്ന് ചിന്തിക്കുന്ന ഒരു അവസരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. അതായത് മുൻകോപമാണ് അതിന് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നുള്ള ഈ ദേഷ്യം കൊണ്ട് പല ദോഷങ്ങളും വരാവുന്ന ചില കാരണങ്ങളുമുണ്ട്. ഇവരുടെ ലഗ്നാധിപനായി കാണുന്നത് സൂര്യനാണല്ലോ. ഈ സൂര്യൻ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മകരൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മകരൻ രാശിയിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു സമാധാനം കിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മകരൻ രാശിയുടെ അധിപൻ ശനിയാണ്. സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രു സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു സമാധാനം കിട്ടാത്ത അവസരങ്ങൾ വരാം. അത് ഇവർക്ക് ചില ജിജ്ഞാസകൾ അല്ലെങ്കിൽ മനസ്സിന് ആദികൾ വരുത്തുന്ന അവസരങ്ങൾ ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ട് നേരാവുന്നില്ല എന്ന്. അതിനായിട്ടുള്ള ഏക വഴികൾ കാണേണ്ടത് ഇവര് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാര വഴിപാട് പോലെ തന്നെ നിവേദ്യം സമർപ്പിക്കുക. അതുപോലെ തന്നെ കുവളമാല അലങ്കാരത്തിനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വ്രതങ്ങൾ കൂടി എടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കത് വളരെ സമാധാനം കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നീട് ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഈ ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് എന്താണോ ആഗ്രഹം സബലീകരിക്കാവുന്ന ഒരവസരങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മനസമാധാനം കുറയുന്ന അവസരങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ മകം, പൂരം, ഉത്രം വരുന്ന ഈ ചിങ്ങക്കൂറുകാർക്ക്, അതുപോലെ തന്നെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ സർവത്ര ശത്രുദോഷങ്ങൾക്ക് പരിഹാരങ്ങളായിക്കൊണ്ട് ഗുരുതി പൂജ കൂടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ അഭിലാഷം പൂർത്തീകരിച്ചുകൊണ്ട് മകരമാസത്തെ അതിജീവിക്കാം എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിയിലെ ഉത്തരത്തിന്റെ മുക്കാഭാഗം
അത്തം ചിത്രയുടെ അരഭാഗം. ഇങ്ങനെ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് 7 തന്നെയാണ് ശനി. ഇവരുടെ 2ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഒരു പരിധിവരെ സമാധാനം കുറയ്ക്കുന്ന അവസരങ്ങളും 7 ശനി അരിഷ്ടതകൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ അല്ലെങ്കിൽ വലച്ചിലുകൾ ഇതൊക്കെ വരുത്തുന്ന ഒരു അവസരങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് മീനൻ രാശിയിലാണല്ലോ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ അറിയാതെ വരുന്ന അനാവശ്യ സംസാരം കൊണ്ട് കലഹങ്ങളോ ഒക്കെ സംഭവിക്കാം എന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമായ ഒരു വഴിപാട് അത് നവഗ്രഹ പൂജ തന്നെയാണ്. നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ ഇവരുടെ സ്തംഭനത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ വരുന്ന അപാകതകൾക്ക് തീർച്ചയായിട്ടും അത് പരിഹാരങ്ങളാണ്. അപ്പോൾ നവഗ്രഹ പൂജ എന്ന് ഉദ്ദേശിക്കുന്നത് 9 ഗ്രഹങ്ങൾക്കാണല്ലോ. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾക്കും നവഗ്രഹ പൂജ സമർപ്പിച്ചുകൊണ്ട് പിന്നീട് മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ക്ഷേത്ര ദർശനവും നടത്തുകയാണെങ്കിൽ ഇവരുടെ ലഗ്നാധിപൻ എന്നുള്ളത് ബുധനാണ്. ബുധനായിക്കൊണ്ട് ഒരു ക്ഷേത്രങ്ങളില്ല, അത് വിഷ്ണു ക്ഷേത്രം കൂടിയാണ് കണക്കിലെടുക്കേണ്ടത്. അങ്ങനെ കണക്കിലെടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും നവഗ്രഹ പൂജയും നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നല്ല വാർത്തകളോ നല്ല സമാധാനം കിട്ടുന്ന അവസരങ്ങളൊക്കെ ആവാം. എന്നാൽ 7 ശനിക്കായിട്ടൊരു പൂജ ചെയ്യാതെ തന്നെ നവഗ്രഹ പൂജ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതും സമാധാനം തരുന്ന ഒരു അവസരത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ മകരമാസത്തിൽ പൂർണ്ണമായ സന്തോഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അടുത്തായിട്ട് തുലാരാശിയാണ്. തുലാരാശിയിൽ കാത്തിരിക്കുന്ന 2 ഭാഗം ചിത്ര അരഭാഗം ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ട് ചെയ്യുന്നതിൽ ചില തർക്കങ്ങളോ തടസ്സങ്ങളോ സംഭവിക്കാം. അത് ഇവർക്ക് മനസമാധാനം കുറയുന്നതും ഒരു കലഹത്തിൽ സംഭവിക്കുന്ന ഒരു അവസരങ്ങളും വരാം. അതുകൊണ്ട് ഇവര് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇവരെ കാത്തിരിക്കുന്ന അതായത് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കാമെന്നാണ് പറയുക. അതിന് ഇവര് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു വഴിപാട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും, അതായത് ഇവരുടെ 2, 3 ഭാവങ്ങളിൽ വിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട്. ധനുരാശിയാണ്. അതുപോലെ തന്നെ 4 ചൊവ്വുണ്ട്. അങ്ങനെ വരുമ്പോൾ ചരരാശി പ്രകാരം വരുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളും ദർശനം നടത്തുകയും അതുപോലെ തന്നെ നിവേദ്യം സമർപ്പിക്കുക. അതൊക്കെ ദേവിക്കായാലും നിവേദ്യം സമർപ്പിക്കുക, ദേവനായാലും നിവേദ്യത്തോടു കൂടെ വിളക്ക് മാല സമർപ്പിക്കുകയും അതിനുശേഷം ഇവർക്ക് സർവകാര്യ സാധ്യ പൂജ എന്ന് ചെയ്യുന്നതും അത് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്തമം. സർവകാര്യ സാധ്യത്തിനായിട്ടുള്ള പൂജ കഴിക്കുന്നതും അതുപോലെ തന്നെ സർവകാര്യ സാധ്യം മുട്ടി തീർക്കുന്നതും വളരെ പ്രധാനപ്പെട്ട വഴിപാടായതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന വിപത്തുകളെ മാറിക്കൊണ്ട് പൂർണ്ണമായ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. എന്നിരുന്നാലും കൂടെ നിൽക്കുന്നവരെ കൊണ്ടോ അല്ലെങ്കിൽ വഞ്ചനയിൽ പെടാതെ കണ്ടോ അതുപോലെ തന്നെ വാഹനയാത്ര സൂക്ഷിക്കേണ്ടതൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മകരമാസം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിലെ വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഇങ്ങനെയാണ് 2/4 ഭാഗം നക്ഷത്രക്കാർ. ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരവസരങ്ങൾ വരുന്നുണ്ട്. അതായത് കൂട്ടുകച്ചവടം അല്ലെങ്കിൽ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇതില് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും നേട്ടങ്ങൾ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് പൂർണ്ണമായ സന്തോഷ സമാധാനാവുന്ന ഒരവസരമാണ്. എന്നാൽ ഇവരുടെ ലഗ്നാധിപൻ ചൊവ്വ അത് ഇവർക്ക് 3 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വ 3 അതായത് മകര രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മകര രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയ്ക്കും പ്രാധാന്യമുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ മകര ചൊവ്വ. അപ്പൊ അത് സമാധാനം തന്നെയാണ്. എന്നാൽ 4 വരുന്ന രാഹു കുടുംബ സമാധാനം കുറയും. 5 വരുന്ന ശനി അഭിവൃദ്ധികൾ വരുത്തും. ഇങ്ങനെ വരുമ്പോൾ ഇവരെ ഏറ്റവും കാത്തിരിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത് ലഗ്നാധിപനായി വരുന്ന ചൊവ്വയെ കൊണ്ടല്ല, മറിച്ച് 2 വരുന്ന ബുധനെ കൊണ്ടാണ്. അപ്പോൾ വാക്ക് പ്രവൃത്തി കർമ്മം തർക്കങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം, വ്യവഹാരങ്ങളാണെങ്കിൽ നഷ്ടത്തിൽ വരാം, കുടുംബ വഴക്കുകൾ വരാം. ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥിതിയിലെ വാക്കുകൊണ്ടാണ് ശത്രുദോഷം. ഇങ്ങനെ വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പാനകം വഴിപാടും അതുപോലെ തന്നെ പിന്നീട് അനിഷ്ടങ്ങളും ദോഷങ്ങളും മറികടക്കാനായി കഴിയുന്ന ഏകവരം കിട്ടിയ ഹനുമാൻ സ്വാമിക്കും നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് നെയ്വിളക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും കഴിയും വഴിപാടായിക്കൊണ്ടും പാനകം വഴിപാട് ശത്രുദോഷത്തിനായിട്ട് സമർപ്പിക്കുക. കഴിയും വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് ദേഹപുഷ്പാഞ്ജലി അതുപോലെ തന്നെ പാൽപ്പായസം തുളസിമാലയൊക്കെയാണ് കഴിക്കേണ്ടത്. അത് നിങ്ങൾക്ക് കഴിയുന്ന വഴിപാട് കഴിച്ചുകൊണ്ട് തന്നെ ദേവനെ
ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇവരെ കാത്തിരിക്കുന്ന ചില നല്ല നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെ പരിപോഷിപ്പിക്കാനാണ് ഈ ക്ഷേത്ര വഴിപാടുകളെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും മകരമാസം അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥന പുരസ്സരം മുന്നോട്ട് പോകാം. അടുത്തായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ മുക്കാ ഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കാത്തിരിക്കുന്നത് 4 ശനിയാണ്, 3 രാഹുവാണ്, 2 ചൊവ്വയാണ്. അപ്പൊ ഇവരെ കാത്തിരിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും സമാധാനം കുറയുന്ന അവസരങ്ങൾ ഉണ്ടാവും. തർക്കങ്ങളോ തടസ്സങ്ങളോ വരാം. അത് ഏറ്റവും കൂടുതൽ വരേണ്ടത് വാക്ക് തർക്കങ്ങളാവാം, മാനഹാനികൾ വരാം, തടസ്സങ്ങൾ വരാം. ഇതൊക്കെ ഇവരെ പ്രധാനമായി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവര് എല്ലാ കാര്യത്തിലും ആത്മസംയമനം പാലിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യാസത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതായത് ചെയ്യേണ്ട തൊഴിൽ അത് ബുധനാണ് ലഗ്നരാശിയിൽ കാണുന്നത്. ഇവരുടെ അധിപനായി വരുന്നത് ശുക്രനാണ്. അങ്ങനെ വരുമ്പോൾ സമാധാനം കുറയുന്നതോ മാനഹാനി വരുന്നതോ ഉള്ള അവസരങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവര് ആത്മസംയമനത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും ദൃഢമായിക്കൊണ്ട് തർക്കങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും ഇതിൽ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യയ്ക്ക് മൗഢ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് സരസ്വതി ക്ഷേത്രങ്ങളിലെ സാരസ സൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ദേവിക്ക് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ചെയ്യുന്നത് ഈ പുഷ്പാഞ്ജലി തന്നെയാണ്. പിന്നെ ദേവിക്ക് നിവേദ്യം വഴിപാട് സമർപ്പിക്കാം. അതുപോലെ തന്നെ വിദ്യാഗോപാലരാജ യന്ത്രങ്ങൾ ധരിക്കാം. ഇതൊക്കെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളല്ലാതെ വരുന്നത് ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ കച്ചവടക്കാര്, ഇവരെയൊക്കെ ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഏറ്റവും സമാധാനം കിട്ടാനായിക്കൊണ്ട് തന്നെ ക്ഷേത്ര വഴിപാടിലെ നരസിംഹമൂർത്തി തന്നെയാണ്. അതുപോലെ തന്നെ ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്ന പോലെ തന്നെ ഇവർക്ക് 4-ൽ വരുന്ന ശനി അത് ശിവനാണ്. ശിവനും അതുപോലെ തന്നെ മനസമാധാനമായിട്ട് ധാരയും കടാവിളക്കും നിവേദ്യവും സമർപ്പിക്കുക. അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിക്കുക. ഈ 2 ക്ഷേത്ര വഴിപാടുകൾ ഇവരാണെങ്കിൽ കഴിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ നേരത്തെ പറഞ്ഞ വഴിപാടോടുകൂടെ തന്നെ ബുധനായിക്കൊണ്ട്, വിദ്യാകാരകനാവുന്ന ബുധനായിക്കൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളിൽ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധിവരെ എല്ലാവർക്കും സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് മകരൻ രാശിയാണ്. ഈ മകരൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ചൊവ്വ ഉണ്ട്. അപ്പോൾ മകരൻ രാശിയെ പൊതുവെ നമ്മൾ കാണേണ്ടതും അതിൻ്റെ 2-ൽ വരുന്ന രാഹു, 3-ൽ വരുന്ന ശനി. അപ്പൊ ഈ മകരൻ രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്രാടത്തിന്റെ മുക്കാഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ അരഭാഗം, അങ്ങനെയാണ് 2/4 ഭാഗം നക്ഷത്രക്കാരുള്ളത്. ഇവർക്ക് ഞരമ്പ് സംബന്ധിച്ച് അല്ലെങ്കിൽ നീർജലം അല്ലെങ്കിൽ ജലം സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വരാവുന്ന ഒരവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ വിഷവ്യയം വരിക, അവര് 2-ലാണല്ലോ രാഹു. അതുകൊണ്ട് തന്നെ സമാധാനം കുറയുന്ന അവസരങ്ങൾ വരിക. ഇത് ശരിക്കും ഒരു ചരരാശിയിലാണ് പറയണത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇവിടെ ദശാകാലങ്ങൾ കൂടി നോക്കിയാലേ അത് പൂർണ്ണരാശിയിൽ എത്തിപ്പെടുള്ളൂ. എങ്കിലും ഈ ചരരാശിയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളോ ദുരിതങ്ങളോ കാണുകയാണെങ്കിൽ വ്യാകുലപ്പെടാതെ തന്നെ ഇവരെ ചെയ്യേണ്ട വഴിപാട് ശരിക്കും ഗുരുതി പൂജയാണ് ചെയ്യേണ്ടത്. ഇത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ ദേഹമുട്ട്, അതുപോലെ തന്നെ ശത്രുമുട്ട് തീർക്കലും ഉചിതമായ വഴിപാടാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനവും വ്രതങ്ങളും എടുത്തുകൊണ്ട് പോവുക. വ്രതങ്ങൾ എടുക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളും ചൊവ്വാഴ്ച ദിവസങ്ങളും ദേവി ദിനങ്ങളായിട്ടാണല്ലോ കാണുക. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഇങ്ങനെ പോകുന്ന പോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി അല്ല ചെയ്യേണ്ടത്. ഇവിടെ സർവകാര്യസാധ്യത്തിനും അതുപോലെ തന്നെ സർവ്വശത്രുദോഷ പരിഹാരത്തിനായിക്കൊണ്ടുള്ള പുഷ്പാഞ്ജലിയും നിവേദ്യവും സമർപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ദേഹ ശത്രു മുട്ടുകൾ കൂടി തീർക്കുമ്പോൾ ഇവർക്ക് കുറച്ചൊരു സമാധാനം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ 2-ൽ വരുന്ന രാഹു അല്ലെങ്കിൽ വിഷഭയം ചിന്തിക്കുക, പാദങ്ങൾക്ക് അസുഖം വരിക, ഇതൊക്കെ കാണാവുന്നതാണ്. ഇതിന് നാഗാരാധന, പ്രാർത്ഥന, അതുപോലെ തന്നെ നാഗങ്ങൾക്ക് കഴിയും വഴിപാട് കഴിക്കുന്നതും ദേഹദോഷങ്ങളെ അതിജീവിക്കാനായിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒരു പരിധിവരെ നല്ല വഴിപാടായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും സമാധാനത്തോടെ ഈ മകരമാസം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അടുത്തായിട്ട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ ഇവർക്ക് 2-ലാണ് ശനി, ലഗ്നാധിപൻ കുംഭത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവാണ്, സർപ്പം. അപ്പോൾ ഇത് ഇവർക്ക് പൊതുവെ എന്തൊക്കെ തന്നെ കയ്യിലുണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തൊരവസരം വരും. അതായത് നഷ്ടപ്പെടുന്നൊരവസരം പോലെ തോന്നിക്കും. എത്ര തന്നെ വരുമാനം ഉണ്ടെങ്കിലും അത് ഇല്ലായ്മ വന്നോ എന്നുള്ള തോന്നലുകൾ വരും. അതുപോലെ തന്നെ അറിയാതെ വരുന്ന അയൽവക്ക ശത്രുദോഷങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ പരസ്പര കലഹങ്ങളോ ശത്രുദോഷങ്ങളോ വരും. ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവേണ്ട ഒരു സ്ഥിതിയിലാണ് ചരരാശി പ്രകാരം കാണുന്നത്. അതുപോലെ തന്നെ 2-ൽ വരുന്ന ശനി അത് 7-ര ശനി ആയിട്ടാണല്ലോ കാണുക. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പൂർണ്ണമായും സമാധാനം കിട്ടാത്തൊരവസരം വരും.
ഇതിൽ പൂരോട്ടാതിയൊക്കെ കാൽഭാഗേ ഉള്ളൂ. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഏറ്റവും സമാധാനത്തിനായിക്കൊണ്ട് എല്ലാ തടസ്സങ്ങളും തീർക്കാനായിട്ട് ആദ്യമായിട്ട് ഗണപതി ഹോമം കഴിക്കുക. അപ്പോൾ വിഘ്ന നിവാരണ ദോഷങ്ങൾക്ക് പരിഹാരങ്ങളാണ് ഗണപതി ഹോമം. ഗണപതിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സർവ്വകാര്യ സാധ്യത്തിനായിക്കൊണ്ട് നാഗാരാധന അല്ലെങ്കിൽ സർപ്പക്ഷേത്ര ദർശനവും ഒരു പരിധിവരെ സമാധാനം കിട്ടുന്ന അവസരങ്ങളായിട്ടാണ് കാണേണ്ടത്. പിന്നെ കുംഭൻ രാശിയിലെ അധിപൻ എന്ന് പറയുന്നതും ഇപ്പോൾ ശനി മീനൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 7.5 ശനി ദുരിത ദോഷങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ശാസ്താവിങ്കിൽ നീരാഞ്ജനം വഴിപാടും അതുപോലെ തന്നെ നിവേദ്യവും സമർപ്പിക്കുന്നതും ഒരു പരിധിവരെ സമാധാനം കിട്ടുന്ന വഴിപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ നിവേദ്യം എന്നുള്ളത് ശാസ്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അട അപ്പം വഴിപാടാണല്ലോ, പായസമല്ല ഉദ്ദേശിച്ചത്. ഇത് കഴിക്കുക, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. ഇവിടെ ശനി ദോഷ പരിഹാര പൂജ കൂടി വേണമെങ്കിൽ ചെയ്തുകൊണ്ട് ഈ ദോഷത്തിനെ മറികടക്കാൻ കഴിയും. അത് നവഗ്രഹത്തിലേ കഴിയുള്ളൂ. എങ്കിലും ശാസ്താവിനും ഈ വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ സമാധാനങ്ങളും ആരോഗ്യങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാം. അടുത്തായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിലെ പൂരോരട്ടാതി, കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി ഇങ്ങനെ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ മീനൻ രാശിയിൽ തന്നെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിയുടെ അധിപനായി വരുന്ന ശനി മനസമാധാനം കുറയ്ക്കുന്നതും തർക്കങ്ങളും തടസ്സങ്ങളും വരുന്നതും അവിചാരിതമായിട്ട് ധനനഷ്ടങ്ങൾ വരുന്നതും അലച്ചിലുകളും ദുരിതങ്ങളും വരുന്നതും ഒക്കെ ഇവരെ കാത്തിരിക്കുന്ന പ്രധാന ദോഷങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ കൂടിയ പങ്കും ഇണകള് അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ കലഹങ്ങൾ വരുന്നതോ ശത്രുദോഷങ്ങൾ വരുന്നതോ സമയത്ത് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ കഴിയാത്ത അവസരങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് 4ലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ സർവനാശം, കുടുംബകലഹം, ശത്രുദോഷം ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ കാണുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാറ്റിനെയും ഒരുമിച്ച് തന്നെ ഒരു കുടക്കീഴിൽ നിർത്തുക എന്ന് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നവഗ്രഹ പൂജ ഒരു പരിധിവരെ സമാധാനം കിട്ടും. ഈ നവഗ്രഹ പൂജ കഴിക്കുമ്പോൾ 9 ഗ്രഹങ്ങൾക്കും സമാധാനം കിട്ടുന്ന ഒരു അവസരങ്ങളാണല്ലോ. അതുപോലെ തന്നെ പിന്നെ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ടും സമാധാനം കിട്ടുന്ന ഒരു അവസരങ്ങൾ തന്നെയാണ് വരിക. ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും നവഗ്രഹ പൂജ കൂടി കഴിക്കുമ്പോൾ മീനൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അടുത്തതായിക്കൊണ്ട് ഈ മകരം രാശിയിലെ ഇത് ഇവർക്ക് ചുരുക്കി പറഞ്ഞു തോന്നണ്ട, എങ്കിലും ഇവരെ കാത്തിരിക്കുന്ന ദുരിതദോഷത്തിന് ഏറ്റവും നല്ല വഴിപാട് എന്നുള്ളത് നവഗ്രഹ പൂജ പറഞ്ഞത് കൊണ്ടാണ് കൂടുതലായിട്ട് പിന്നീട് പറയാത്തത്. എങ്കിലും ഇതിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഒക്കെ വരുന്നവർക്ക് പ്രധാനമായിക്കൊണ്ട് ഈ പൂജ പോലെ തന്നെ ദേഹ ശത്രുബാധ മുട്ടുകൾ തീർക്കുന്നതും ഉദ്ദേശകാര്യ സാധ്യത്തിനായിക്കൊണ്ട് ഉദ്ദേശകാര്യ സാധ്യം മുട്ടി തീർക്കുന്നതൊക്കെ വളരെ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ആയിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഈ ബലചിന്തയിലെ നിങ്ങൾക്ക് ഏവർക്കും പൂർണ്ണമായ സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്. നന്ദി, നമസ്കാരം.